Dear students, in the last class we started multimedia. Multimedia definition നമ്മൾ കണ്ടു. അതുപോലെ മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ വെറൈറ്റി ഓഫ് മീഡിയയുടെ കോമ്പിനേഷൻ ആണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ ഏതെല്ലാം മീഡിയ കമ്പോണൻസ് ആണ് മൾട്ടിമീഡിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആ വീഡിയോ ഒരിക്കൽ കൂടി ഇന്ന് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതാദ്യം കണ്ടിട്ട് വേണം നിങ്ങൾ ഈ രണ്ടാമത്തെ വീഡിയോ ട്യൂട്ടോറിയൽ കാണേണ്ടത്. ഇനി നമുക്ക് കൊടുത്തിരിക്കുന്ന സിലബസ് കണ്ടന്റ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് വേഴ്സസ് ഹൈപ്പർ മീഡിയ എന്നുള്ളതാണ്. വെബ് പ്രോഗ്രാമിംഗ് പഠിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ടേംസും സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. ലെറ്റ് us start with hypertext. Hypertext is a cross-referencing tool which connects the links to other text using hyperlink. Hypertext എന്താണ്? നിങ്ങൾക്കറിയാം, വെബ് പേജസിനകത്ത് ധാരാളമായിട്ട് ടെക്സ്റ്റ് അഥവാ സെൻറ്റൻസസ് ഉണ്ടായിരിക്കും. ഈ സെൻറ്റൻസിനകത്തെ ചില വേർഡ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സെൻറ്റൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മൗസ് പോയിൻ്റർ ആ ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആ ആരോ ഹെഡ് മാറിയിട്ട് ഒരു പോയിൻറ്റഡ് ഹാൻഡ് ആയിട്ട് മാറുന്നത് കാണാം. ഈ പോയിൻറ്റഡ് ഹാൻഡ് നിങ്ങൾക്കൊരു ഇംപ്രഷൻ തരും. മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് ആ ക്ലിക്ക് ഇഫക്റ്റ് കിട്ടുകയും നിങ്ങളുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക്, ആ പേജിലെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഈസ് എ ക്രോസ് റെഫറൻസിങ് ടൂൾ എന്ന് പറയുന്നത്. ക്രോസ് റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് റെഫർ ചെയ്ത് വിടാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കോളേജിൻ്റെ കോഴ്സുകളെ കുറിച്ച് കാണുകയാണെങ്കിൽ കോഴ്സസ് പ്രൊവൈഡഡ് ഇൻ ദിസ് കോളേജ് ആർ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCom ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു 10 എണ്ണം ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം BCom ടാക്സ് ആണ് കൂടുതൽ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ BCom ടാക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ അവിടെ മൗസ് പോയിൻ്റർ കൊണ്ട് ചെല്ലുമ്പോൾ അത് പോയിൻറ്റഡ് ഹാൻഡായിട്ട് മാറുകയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് BCom ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പേജിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ടെക്സ്റ്റിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് എ ക്രോസ് റെഫറൻസിങ് ടൂൾ. ആ പീസ് ഓഫ് ടെക്സ്റ്റ് ഒരു ക്രോസ്, അതായത് ഫ്രം വൺ പേജ് ഇറ്റ് ക്രോസസ് മെനി ഡിഫറെൻറ്റ് പേജസ് ആൻഡ് റീച്ചസ് അനദർ ഡിഫറെൻറ്റ് പേജ്. അതുകൊണ്ടാണ് ക്രോസ് റെഫറൻസിങ് ടൂൾ എന്ന് പറയുന്നത്. എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് കണക്ട് ചെയ്യുക, പരസ്പരം പേജുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ലിങ്കുകൾ ചെയ്യുന്നത്. നമ്മൾ ആ പേജിൽ നിന്നുകൊണ്ട് ഹോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പം നമ്മളുടെ കോഴ്സസ് പേജിലേക്ക് വരും. ഇങ്ങനെ പേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന പീസ് ഓഫ് ടെക്സ്റ്റിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാം ഹൈപ്പർ ടെക്സ്റ്റ് ഈസ് എ നോൺ ലീനിയർ ആൻഡ് മൾട്ടി സീക്വൻഷ്യൽ ഇൻ നേച്ചർ എന്ന് പറയാം. ഇപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് സാധാരണ രീതിയിൽ സീക്വൻഷ്യലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു പോർഷനിൽ നിന്ന് കുറച്ച് ടെക്സ്റ്റ് ജമ്പ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകാനായിട്ട് സഹായിക്കും. സെയിം പേജിലാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേജിലാകാം, ഡിഫറെൻറ്റ് പേജിലെ ഒരു ഡിഫറെൻറ്റ് സെക്ഷനിലാകാം, ആദ്യം മുതൽ കാണണമെന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഫ്ലോയെ നിയന്ത്രിക്കാനൊക്കെ. അതുകൊണ്ടാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടി സീക്വൻഷ്യൽ എന്നാണ് പറയുന്നത്. മൾട്ടി സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സീക്വൻസിന് നമുക്ക് മാറാം. ഇപ്പോൾ ഒരിടത്തു നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴെ പേജിലെ ഒരു ഭാഗം വായിച്ചിട്ട് അവിടുന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് വീണ്ടും വന്ന് അങ്ങനെ ഡിഫറെൻറ്റ് സീക്വൻസിൽ നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് വ്യൂ ചെയ്ത് കാണാനൊക്കും. ഓക്കെ, ബൈ ദ ഹെൽപ്പ് ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് വൺ ഒറിജിനേറ്റഡ് വേ ഈസ് അച്ചീവ്ഡ് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ. So by the help of hypertext, one organized way is achieved to present information. അതായത് നമുക്ക് ഇൻഫർമേഷൻ നോർമലി പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ ഫോമിലാണ്. സീക്വൻഷ്യൽ ഫോമിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത പ്രിൻ്റ് ഔട്ട്സ് എടുക്കുകയാണെങ്കിൽ, 5 പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പേജിൽ ആദ്യം മുതൽ താഴോട്ട് വായിച്ചിട്ട് രണ്ടാമത്തെ പേജ് വായിച്ച് മൂന്നാമത്തെ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വെബ് പേജിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ വായിക്കാനായിട്ട് ഓർഗനൈസ് ചെയ്യാവുന്ന ഒന്നാണ് ഹൈപ്പർ ടെക്സ്റ്റ് നമുക്ക് നൽകുന്ന സഹായം. This makes the user to move from one part of information to another part, which is in some page or in any other page.
സെയിം പേജിലും സം പേജ് അല്ല സെയിം പേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേജിലോ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും. ഇറ്റ് മേക്സ് ദ ഡോക്യുമെന്റേഷൻ സിമ്പിൾ ബൈ പ്രൊവൈഡിങ് എ വേ ഓഫ് ഈസി ആക്സസിബിൾ ടു ദി എൻഡ് യൂസർ. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് കിട്ടുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ലക്ഷ്യമാക്കുന്നത്? നമുക്ക് കാണാനുള്ള ഇൻഫർമേഷൻ വ്യൂയിങ് വളരെ, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ വളരെ സിമ്പിളായിട്ട് വായിച്ച് തീർക്കാം. അതായത് വേണ്ടുന്നത് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോളേജിൻ്റെ സൈറ്റിൽ പോകുന്നു, കോഴ്സസ് ക്ലിക്ക് ചെയ്യുന്നു, കോഴ്സസിനകത്ത് 15 കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം നോക്കി കണ്ടാൽ പോരെ. അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോയി നമുക്ക് വേണ്ടുന്ന ഭാഗം എത്തി അവിടെ മുതൽ വായിക്കണം. ഇപ്പോൾ ഈ ഓർഗനൈസ്ഡ് വേയിൽ നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യുകയും എളുപ്പമാണ്. വേണ്ടുന്നത് ആൾക്കാർ വായിക്കാനായിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്ത് വെക്കാനും. അപ്പോൾ അതാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നോർമലി വെബ് പേജസുകൾ തമ്മിലുള്ള ലിങ്കിങ്ങിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് നമുക്ക് സിലബസിൽ പറയുന്ന ടേം വാട്ട് ഈസ് ഹൈപ്പർ മീഡിയ എന്നാണ്. ഹൈപ്പർ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചല്ലോ, മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ആനിമേഷൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആണെന്ന് കണ്ടു. ഇത് നമുക്ക് വെബ് പേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. വെബ് പേജിനകത്ത് ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്യുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. എന്നാൽ വെബ് പേജിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ്, ആനിമേഷൻസ് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഡൈനാമിക് വെബ് പേജസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൈപ്പർ മീഡിയ എന്ന് പറയുന്ന ടേം മൾട്ടിമീഡിയ ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കാരണം മീഡിയ, മൾട്ടിമീഡിയ പ്രസൻറ്റ് ഇൻ എ വെബ് എന്ന് ഉള്ള ഒരു ലിങ്കിലാണ് അത് വരുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ മീഡിയ ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ്. നോക്കിക്കേ, നമ്മൾ കണ്ട ഹൈപ്പർ ടെക്സ്റ്റ് പോലെ തന്നെ ഉപയോഗിക്കാൻ പോകുന്ന ഒന്നാണ് ഹൈപ്പർ മീഡിയ. അതുകൊണ്ട് ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഒരു എക്സ്റ്റൻഷൻ എന്ന് നമുക്ക് പറയാം. which includes multiple forms of media such as text, graphics, audio or video, etc. rather than only text based like hypertext. ഹൈപ്പർടെക്സ്റ്റിനകത്ത് വെറും ടെക്സ്റ്റ് ഉപയോഗിച്ചാണ് ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഹൈപ്പർ മീഡിയ എന്ന് പറയുമ്പോൾ വെബ് പേജിലുള്ള ടെക്സ്റ്റ് ഗ്രാഫിക്സൂടെ മെർജ് ചെയ്ത ഒരു സംഭവം, അല്ലെങ്കിൽ ഓഡിയോ ആൻഡ് വീഡിയോ, അല്ലെങ്കിൽ വീഡിയോയിൽ എല്ലാം ക്ലിക്ക് ചെയ്തുകൊണ്ട്, പിക്ചറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാനൊക്കും. അങ്ങനെ വ്യത്യസ്തമായ മീഡിയാസ് ഈ ഹൈപ്പർ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ച കേസിൽ ടെക്സ്റ്റാണ് ഹൈപ്പർ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വ്യത്യസ്തമായ മീഡിയാസ് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. It provides a facility to connect the web pages to create a network with multimedia elements. ധാരാളമായിട്ട് മൾട്ടിമീഡിയ ഇലമെൻറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട വെബ്സൈറ്റ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ് വെറും ഹൈപ്പർ ടെക്സ്റ്റ് ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, മറിച്ച് ഹൈപ്പർ മീഡിയ ആണ്. ഓക്കെ, വിത്ത് എ സിമ്പിൾ ക്ലിക്ക് ഫോർ ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. നമുക്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ചില പടങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ആ ഇമേജിനെ നമ്മൾ ചെറിയ ഒരു തമ്പനെയിൽ ഇമേജായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തമ്പനെയിൽ ഇമേജ് അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽഡ് ഫോട്ടോയിലും മൾട്ടിപ്പിൾ ഫോട്ടോസും ഉള്ള പേജിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വെറും ടെക്സ്റ്റിൽ മാത്രം ക്ലിക്ക് ചെയ്തല്ല വെബ് പേജിനകത്ത് നാവിഗേഷൻ പോസിബിൾ. ഈ ഇമേജസിനകത്ത് വെക്കും. അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയ്ക്കകത്തും പല ക്ലിക്കിംഗ് പോയിന്റ്സുകൾ കാണും. അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കാണാം. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയിലോട്ട് പോവുകയും വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനും ഒക്കെയുള്ള ഫെസിലിറ്റി മോഡേൺ ഡേയിൽ വെബ് ഡിസൈനിങ്ങിലുണ്ട്. Hypermedia allows links to be integrated in multimedia elements like image and videos, and when we click on it, it takes us to another page. എന്താ സംഭവിക്കുന്നത്? ഹൈപ്പർമീഡിയ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മോഡേൺ വെബ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചെയ്തു തരുന്ന സഹായം എന്താണെന്ന് ചോദിച്ചാൽ, വെബ് പേജിനകത്ത് നമുക്ക് മൾട്ടിമീഡിയ ഇലമെൻറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് മൾട്ടിമീഡിയ ഇലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ഈ പ്രധാനമായിട്ട് ഇമേജും വീഡിയോസുമാണ്. ഇത് പേജിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നമുക്ക് വെബ് പേജ് കാണുമ്പം തന്നെ അവിടെ വീഡിയോ പ്ലേ ചെയ്യുന്ന ഇത് കാണാം. വെബ് പേജിനകത്ത് തന്നെ നമുക്ക് ഗ്രാഫിക്കൽ ഇമേജസ് കാണാനൊക്കും. ഇനി അത് കാണുക മാത്രമല്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോഴാണ് അതിനെ ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ എലിമെൻറ്റ്സ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഹൈപ്പർ മീഡിയ ആയിട്ട് മാറുന്നത്. ഒരു എക്സാമ്പിൾ പറയാം.
വെൻ വി യൂസ് ഇ കൊമേഴ്സ് സൈറ്റ് ലൈക്ക് ഫ്ലിപ്കാർട്ട്, എല്ലാവരും ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത് കാണും. വെൻ വി ക്ലിക്ക് ഓൺ എനി വൺ പ്രോഡക്റ്റ് ഇറ്റ് ടേക്സ് അസ് ടു സ്പെസിഫിക് പ്രോഡക്റ്റ് പേജ് വിച്ച് ബിലോങ്സ് ടു ദാറ്റ്. നിങ്ങൾ ഇപ്പോൾ കയറി മൊബൈൽസിനെ കുറിച്ചുള്ള പേജുകളാണ് സെർച്ച് ചെയ്ത് കാണുന്നതെങ്കിൽ അത് ഇങ്ങനെ താഴോട്ട് നീക്കുമ്പോഴത്തേനും ഒരുപാട് തരം മൊബൈൽസ് കാണും. ഏതെങ്കിലും ഒരു മൊബൈലിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈലിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന പേജിലേക്ക് നിങ്ങൾക്ക് ലീഡ് ചെയ്യാനൊക്കും. സാധാരണ ഇ കോമേഴ്സ് സൈറ്റുകളിലാണ് നമ്മളിത് കാണാറുള്ളത്. സോ ഹിയർ ദ ലിങ്ക് ഈസ് എംബഡഡ് ടു ഇമേജ്. ഇമേജിനകത്ത് ഒരു ലിങ്ക് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അതൊരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന പേജിലേക്ക് നയിക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് കണ്ടു, ഹൈപ്പർ മീഡിയ കണ്ടു. ഇത് രണ്ടും തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് ചില വാക്കുകളിൽ എഴുതേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കേ, കമ്പാരിസൺ. 1. ഹൈപ്പർ ടെക്സ്റ്റ് റെഫേഴ്സ് ടു the system of managing the information related to plain text. അപ്പോൾ ഇതിനകത്ത് 3 കോളംസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് നമ്പർ, രണ്ടാമത്തത് ഹൈപ്പർ ടെക്സ്റ്റ്, മൂന്നാമത്തെ ഹൈപ്പർ മീഡിയ. അപ്പോൾ ഈ 9 പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അത് റെഫർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ പ്ലെയിൻ ടെക്സ്റ്റ്. വെറും ടെക്സ്റ്റുകൾ ഉപയോഗിച്ച്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ മാത്രം ഉപയോഗിച്ച് ഇൻഫർമേഷൻ ഫ്ലോയെ നിയന്ത്രിക്കുന്നതാണ്. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ഹൈപ്പർ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു കണക്റ്റിംഗ് ഹൈപ്പർ ടെക്സ്റ്റ് വിത്ത് അതർ മീഡിയ സച്ച് ആസ് ഗ്രാഫിക്സ്, സൗണ്ട്സ്, ആനിമേഷൻ. ടെക്സ്റ്റിനോടൊപ്പം തന്നെ വീഡിയോയും ഗ്രാഫിക്സും എല്ലാം കൂടെ മെർജ് ചെയ്തുണ്ടാക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ഹൈപ്പർ മീഡിയ. ഇനി നമ്പർ 2, ഹൈപ്പർ ടെക്സ്റ്റ് ഇൻവോൾവ്സ് ഒൺലി ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞത് തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒൺലി ടെക്സ്റ്റ് ഈസ് മെൻഷൻ. ഹൈപ്പർ മീഡിയ ആകുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഇൻവോൾവ്സ് ഗ്രാഫിക്സ്, ഇമേജസ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. ഗ്രാഫിക്സ് അതായത് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ചിത്രത്തിനെയാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന ഡിജിറ്റൽ ക്യാമറയിലൊക്കെ എടുക്കുന്ന പിക്ചറുകളെയാണ് ഇമേജ് എന്ന് റെഫർ ചെയ്യുന്നത്. പിന്നെ വീഡിയോയും ഓഡിയോയും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെർജറാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഹിയർ ഓൺലി ടെക്സ്റ്റ് ബിക്കംസ് ദ പാർട്ട് ഓഫ് ദ ലിങ്ക്. ഇനി ലിങ്ക് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റിനകത്ത് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കാണ് മറ്റൊരു പേജിലോട്ടോ മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത്. എന്നാൽ ഹൈപ്പർ മീഡിയയിലോ ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്ഡ് വെർഷൻ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് നമ്മൾ കണ്ടു. ഹിയർ എലോങ് വിത്ത് ടെക്സ്റ്റ് അതർ മൾട്ടിമീഡിയ ഓൾസോ ബിക്കംസ് ദ പാർട്ട് ഓഫ് ദ ലിങ്ക്. അതായത് ഇമേജ് പോലും ലിങ്കായിട്ട് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ വീഡിയോ, ഓഡിയോ ഇതെല്ലാം ലിങ്കായിട്ട് മാറ്റാനും. നാലാമത്തെ പോയിന്റ്, ഹൈപ്പർ ടെക്സ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹൈപ്പർ മീഡിയ മീൻസ് ഇറ്റ് കംസ് അണ്ടർ ഹൈപ്പർ മീഡിയ. അപ്പോൾ ഹൈപ്പർ മീഡിയയ്ക്കകത്ത് ഒരു കമ്പോണൻ്റ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഹൈപ്പർ മീഡിയ. എന്നാൽ ഹൈപ്പർ മീഡിയയോ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ സൂപ്പർ സെറ്റാണ്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ് ഹൈപ്പർ മീഡിയ. ഇനി അഞ്ചാമത്തെ പോയിന്റോ, ഇറ്റ് അലൗസ് ദ യൂസർ ടു നാവിഗേറ്റ് ത്രൂ ടെക്സ്റ്റ് ഇൻ എ നോൺ ലീനിയർ വേ. നോൺ ലീനിയർ മൂവ്മെൻറ്റ് സഹായിക്കുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ വായിച്ച് ഒരു പോയിന്റിലെത്തുന്നു, അവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കണ്ട് ക്ലിക്ക് ചെയ്ത് ഹൈപ്പർ ടെക്സ്റ്റ് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അത് വായിച്ചിട്ട് അവിടെ നിന്ന് ഒരു ക്ലിക്ക് ചെയ്താൽ ഇതേ പേജിൻ്റെ ടോപ്പിൽ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് നോൺ ലീനിയർ ആണെന്ന് പറയാം. എന്നാൽ ഹൈപ്പർ മീഡിയയോ ഇറ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിമീഡിയ ടു ഇംപ്രൂവ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നോൺ ലീനിയർ ആണ്. പക്ഷെ മൾട്ടിമീഡിയ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേനും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അതായത് വെറുതെ ടു സീ എ ഡെമോ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ വെറുതെ ചിത്രമല്ല കാണിക്കുന്ന, ഒരു വീഡിയോ ചിലപ്പോൾ പ്ലേ ആവും വേറൊരു പേജിലേക്ക് പോയിട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി ആറാമത്തെ പോയിന്റ്, ഇറ്റ് സിംപ്ലി അലൗസ് യൂസേഴ്സ് ടു മൂവ് ഫ്രം വൺ ഡോക്യുമെന്റ് ടു അനദർ വിത്ത് എ സിംഗിൾ ക്ലിക്ക് ഓൺ ഹൈപ്പർ ടെക്സ്റ്റ്. അപ്പോൾ ലിങ്ക് നമുക്ക് വെറുതെ ഒറ്റ സിംഗിൾ ക്ലിക്കിലാണ് മറ്റൊരു പേജിലേക്ക് ലീഡ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ്. ഇവിടെ ഹൈപ്പർ മീഡിയയിലോ ഇറ്റ് എക്സ്റ്റെൻസ് ദ എബിലിറ്റി ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് ആൻഡ് അലൗസ് യൂസർ ടു ക്ലിക്ക് ടെക്സ്റ്റ് ഓർ എനി അതർ മൾട്ടിമീഡിയ ടു മൂവ് ഫ്രം വൺ പേജ് ടു അനദർ. ഇത് ടെക്സ്റ്റ് മാത്രമല്ല,
മറ്റ് ഹൈപ്പർ മീഡിയയിൽ വരുന്ന എല്ലാ കമ്പോണൻറ്റിലും നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള സഹായം തരും. ഇവിടെയും സിംഗിൾ ക്ലിക്ക് മതി. ഇനി ഏഴാമത്തത്, ഹൈപ്പർ ടെക്സ്റ്റ് അട്രാക്ട്സ് ടു യൂസേഴ്സ് ടു മൂവ് അറൗണ്ട് ദ ഡോക്യുമെൻറ്റ് ആസ് വെൽ ആസ് ടു മൂവ് ഫ്രം വൺ പേജ് ഓഫ് ഡോക്യുമെൻറ്റ് ടു അനദർ. നേരത്തെ പറഞ്ഞാണ് ഒരു പേജിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് ഇൻ എ വെബ് പേജ് സഹായിക്കും. ഹൈപ്പർ മീഡിയയോ, ഇറ്റ് അട്രാക്ട്സ് ദ യൂസർ മോർ ദാൻ ഹൈപ്പർ ടെക്സ്റ്റ് ആസ് ഇറ്റ് ഗീവ്സ് മോർ ഫ്ലെക്സിബിലിറ്റി ഓഫ് മൂവ്മെൻറ്റ്. ഇപ്പോൾ ഹൈപ്പർ മീഡിയ ആകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ കണക്ക് ഗ്രാഫിക്കലായി, ഇപ്പോൾ ബാക്ക്, ഹോം, ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുകൊണ്ട് ദൃശ്യമാകാത്ത ഭാഗത്ത് നല്ലൊരു ഗ്രാഫിക്സിലാണ് ടു ഗോ ബാക്ക്, ക്ലിക്ക് ഹിയർ എന്ന് എഴുതുന്നത്. അപ്പോൾ ആ ഗ്രാഫിക്സോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒക്കെ നമ്മളെ കുറച്ചുകൂടി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് വെബ് പേജിലേക്ക് തരുന്നതും അതുപോലെ ബാക്കിലേക്ക് പോകാനും മുന്നോട്ട് പോകാനും ഒക്കെ ലിങ്ക് വൈസ് തരുന്നത്. അപ്പോൾ ഹൈപ്പർ മീഡിയ മോർ അട്രാക്റ്റീവാണ് ഹൈപ്പർ ടെക്സ്റ്റിനേക്കാൾ. ഇനി എട്ടാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് എ ലെസ് യൂസർ എക്സ്പീരിയൻസ് ടു യൂസേഴ്സ്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് യൂസർ എക്സ്പീരിയൻസിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്നതാണ്, പഴയ തരം സൈറ്റാണ്, സൈറ്റുകളിലും അതുപോലെ വെബ് പേജിലുമാണ് കാണുന്നത്. എന്നാൽ ഹൈപ്പർ മീഡിയ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് ടു യൂസേഴ്സ് ദാൻ ഹൈപ്പർ ടെക്സ്റ്റ്. കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഒരു വ്യൂവബിൾ എക്സ്പീരിയൻസ് ആണ് ഹൈപ്പർ മീഡിയ വഴിയുള്ള പേജുകൾ തരുന്നത്. ലാസ്റ്റ് വൺ, എക്സാമ്പിൾ. Example is reading an article on a web page by clicking on a text moving to another page showing the information of the topic. ഹൈപ്പർ ടെക്സ്റ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിനകത്ത് ഒരു ടെക്സ്റ്റ് കാണുന്നു, ആ ടെക്സ്റ്റിലേക്ക് മൗസ് പോയിന്റർ കൊണ്ട് ചെല്ലുമ്പോൾ പോയിന്റഡ് ഫിംഗർ ആവുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ നയിക്കുന്നു. അതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ മീഡിയോ, എക്സാമ്പിൾ ഈസ് റീഡിങ് ആൻ ആർട്ടിക്കിൾ ബൈ ക്ലിക്കിംഗ് ഓൺ ആൻ ഇമേജ്. ഒരു ഇമേജിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കണ്ടാണൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 50 ചിത്രങ്ങൾ ഇങ്ങനെ ടൈൽ ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചിത്രത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ്. വെറുതെ ടെക്സ്റ്റ് ആകുമ്പോൾ എല്ലാ ടെക്സ്റ്റും ഒരുപോലെ തോന്നും. എന്നാൽ ചെറിയ ചെറിയ ഐക്കണാണ്, ചെറിയ ചെറിയ തമ്പനെയിൽ ഇമേജ് ആണെങ്കിൽ പോലും അതിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പോയി അതിൻ്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. ടെക്സ്റ്റ് ആണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ഇമേജ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഡീറ്റെയിൽസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻഫർമേഷൻ തരും. ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റും ഹൈപ്പർ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നിങ്ങൾക്ക് സിലബസിനകത്തുള്ള രണ്ടാമത്തെ മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ.